നമസ്കാരം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കഥാഭാഗം ശ്രീരാമ അഭിഷേക വിഘ്നത്തെക്കുറിച്ചാണ്. അപ്പോൾ ശ്രീരാമദേവനോട് ദശരഥ മഹാരാജാവ് പട്ടാഭിഷേകത്തിൻ്റെ കാര്യങ്ങൾ പറയുകയും പ്രാർത്ഥനാജപം ഇത്യാദി പുണ്യകർമ്മങ്ങളെല്ലാം ചെയ്ത് അഭിഷേകത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കാനായിട്ട് ദശരഥ മഹാരാജാവ് ശ്രീരാമദേവനോട് പറയുകയാണ്. അങ്ങനെ എല്ലാവരും ശ്രീരാമദേവൻ്റെ പട്ടാഭിഷേകത്തിനായിട്ട് ഒരുങ്ങി നിൽക്കുന്നു. അപ്പോൾ മന്ത്രിക്ക് ഇത് കേട്ടിട്ട് സന്തോഷമൊന്നും ഉണ്ടായില്ല. മന്ത്ര ഓടിച്ചെന്ന് കൈകേയിയോട് കാര്യങ്ങൾ പറയുകയാണ്. മന്ത്ര എന്ന് പറയുന്നത് ദശരഥ മഹാരാജാവിൻ്റെ രണ്ടാമത്തെ പത്നി കൈകേയിയുടെ ആത്മസുഹൃത്തും തോഴിയുമാണ്. കൈകേയിയോട് പറയാണ്, കൈകേയി അറിഞ്ഞില്ലേ, നാളെ ശ്രീരാമദേവന് പട്ടാഭിഷേകമുണ്ട്, എല്ലാവരും അതിൻ്റെ തിരക്കിലും തയ്യാറെടുപ്പിലാണെന്ന് പറയുകയാണ്. അപ്പോൾ കൈകേയി ദേവി പറയുന്നു, അത് നല്ല കാര്യമല്ലേ, രാജ്യം ഭരിക്കാൻ ഏറ്റവും അനുയോജ്യം ശ്രീരാമൻ തന്നെയാണ്. ശ്രീരാമൻ്റെ പട്ടാഭിഷേകം നടക്കുക എന്ന് പറയുന്നത് തന്നെ നമുക്കും അതുപോലെ തന്നെ അയോധ്യവാസികൾക്കും വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ് മന്ത്രിയോട് തിരിച്ച് കൈകേയിയും പറയുന്നുണ്ട്. അപ്പം കൈകേയി പറയാണ്, ഹേ മൂഢാത്മാവേ, നിനക്ക് ബോധമില്ലേ? കാരണം ശ്രീരാമദേവൻ എന്ന് പറയുന്നത് കൗസല്യാദേവിയുടെ പുത്രനാണ്. ശ്രീരാമദേവൻ രാജാവായിട്ട് വാണു കഴിഞ്ഞാൽ നിനക്കും നിൻ്റെ മകനും അയോധ്യ രാജ്യത്ത് വില പോലും ഉണ്ടാവില്ല. അപ്പം കൈകേയി പറയാണ്, ഇല്ല, ശ്രീരാമനെ കൗസല്യേക്കാളും ഏറെ ഇഷ്ടം എന്നോടാണ്. ഇത് കേട്ട് മന്ത്ര ശ്രീരാമദേവനുള്ള അഭിഷേക വിഘ്നം നടത്താനായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൈകേയിയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതങ്ങനെ പറയാൻ തന്നെ വേറൊരു കാര്യമുണ്ട്. അതായത് ശ്രീരാമദേവൻ്റെ അടുത്ത് നാരദ മഹർഷി വന്നു പോയൊരു കഥ നമ്മൾ പറഞ്ഞല്ലോ. അതിനുശേഷം ദേവന്മാരെല്ലാവരും കൂടി സരസ്വതി ദേവിയുടെ അടുത്ത് ചെല്ലുകയും സരസ്വതി ദേവിയോട് പറയാണ്, ശ്രീരാമ അവതാരത്തിൻ്റെ ലക്ഷ്യം തന്നെ രാവണവധമാണ്. അപ്പോൾ രാവണവധം എന്തായാലും അയോധ്യ കൊട്ടാരത്തിൽ നിന്നാൽ ആ വധം സംഭവ്യമാകുകയില്ല. അപ്പം അതുകൊണ്ട് ഇവർ വനത്തിൽ പോകണം. വനത്തിൽ പോയാൽ മാത്രമാണ് സീതാദേവിയെ രാവണൻ അപഹരിച്ചുകൊണ്ട് പോവുകയും തൽഫലമായിട്ട് രാവണവധം നടക്കുകയും ചെയ്യുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ വാണിദേവി സരസ്വദേവി മന്ത്രിയുടെ നാവിൽ ചെന്നിട്ട് ശ്രീരാമ അഭിഷേക വിഘ്നം ചെയ്യുന്നതിനുള്ള കാര്യങ്ങളെല്ലാം മന്ത്രിയെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം എന്ന് പറയുകയാണ്. അങ്ങനെ മന്ത്ര പലതര കാര്യങ്ങൾ പറയുന്നത് കേട്ട് കൈകേയിക്കും സംശയം വന്നു തുടങ്ങി. അപ്പോൾ കൈകേയി പറയാണ്, എന്തായാലും ഈ പട്ടാഭിഷേകം തീരുമാനിച്ച ഈ സമയത്ത് ഇനി ഞാൻ എന്ത് പറഞ്ഞാണ് അത് മുടക്കുന്നത്, എനിക്കതിനൊരു വഴി പറഞ്ഞുതരാൻ പറയണം. അപ്പോൾ മന്ത്ര പറയുന്നുണ്ട്, പണ്ട് സുരാസുര യുദ്ധത്തിൽ ദശരഥ മഹാരാജാവ് യുദ്ധം ചെയ്യാനായിട്ട് പോയപ്പോൾ കൈകേയി ദേവിയും കൂടെ പോയിരുന്നല്ലോ. അങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കീലരന്ധ്രത്തിൻ്റെ ആണി ഊരിപ്പോവുകയും ആ കീലരന്ധ്രത്തിൽ തൻ്റെ ചെറുവിരൽ കൊണ്ട് വയ്ക്കുകയും അങ്ങനെ ദശരഥ മഹാരാജാവ് യുദ്ധം ജയിക്കുകയും ചെയ്തിരുന്നു. ഇത് കണ്ട് ദശരഥ മഹാരാജാവ് കൈകേയിയോട് 2 വരം ചോദിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ കൈകേയി പറയുന്നുണ്ട്, ഇപ്പം എന്തായാലും എനിക്ക് വരത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ ആവശ്യമുള്ള സമയത്ത് ആ വരം ചോദിച്ചു കൊള്ളാമെന്ന് ദശരഥ മഹാരാജാവിനോട് തിരിച്ച് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ മന്ത്ര പറയാണ്, അന്ന് ദശരഥ മഹാരാജാവ് ചോദിച്ച 2 വരം നീ ഇപ്പോൾ ചോദിക്കണം. ഒന്നാമത്തെ വരം തൻ്റെ പുത്രനെ ഭരതനെ രാജാവാകണമെന്നും രണ്ടാമത്തെ വരം ശ്രീരാമനെ 14 വർഷം വനവാസനായിട്ട് വിടണമെന്നുമാണ്. ഈ 2 കാര്യം നീ ദശരഥനോട് ചെന്ന് പറയണമെന്ന് മന്ത്ര കൈകേയിയോട് പറയുകയാണ്. ഇത് കേട്ട കൈകേയി ക്രോധാലയം പ്രവേശിക്കുക ചെയ്യുന്നത്. ദശരഥ മഹാരാജാവ് കൈകേയി ദേവിയുടെ കൊട്ടാരത്തിലേക്ക് ചെല്ലുകയാണ്. കൊട്ടാരത്തിലേക്ക് ചെല്ലുമ്പോൾ രാമായണത്തിൽ പറയുന്നത് എങ്ങനെയാണ്, കറുത്ത വസ്ത്രം ധരിച്ച് ക്രോധാലയത്തിൻ്റെ തറയിൽ കരഞ്ഞ് തളർന്നുകൊണ്ട് കൈകേയി ദേവി കിടക്കുക എന്നാണ് പറയുന്നത്. ഇപ്പോൾ കൈകേയി ദേവിയെ കണ്ട് ദശരഥ മഹാരാജാവ് ചെന്ന് ചോദിക്കുന്നുണ്ട്, ദേവി എന്തിനാണ് ഇങ്ങനെ ദുഃഖപ്പെട്ട് ക്രോധാലയത്തിൽ പ്രവേശിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കൈകേയി ദേവി വന്ന ദേഷ്യത്തോടുകൂടി പറയുന്നുണ്ട്, നമുക്ക് ഈ പട്ടാഭിഷേകം നടത്താനായിട്ട് യാതൊരു താല്പര്യവുമില്ല, ഉടനെ തന്നെ ഭരതനെ രാജാവാക്കണം, ശ്രീരാമനെ 14 വർഷം വനവാസത്തിന് വിടണമെന്നും പറയുകയാണ്. കൈകേയി ദേവി ഇത് പറയുന്നതായിട്ട് ദശരഥ മഹാരാജാവ് മോഹാലസ്യപ്പെട്ട് വീഴുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ രാത്രി മുഴുവൻ ദശരഥ മഹാരാജാവ് ആ ക്രോധാലയത്തിൽ മോഹാലസ്യപ്പെട്ട് കിടക്കുകയാണ് ചെയ്യുന്നത്. പിറ്റേ ദിവസം പട്ടാഭിഷേകമാണ്. ശ്രീരാമദേവൻ ദശരഥ മഹാരാജാവ് പറഞ്ഞതുപോലെ തന്നെ പുലർകാലം എണീറ്റ് സരയൂ നദിയിൽ പോയി സ്നാനം ചെയ്ത് പട്ടാഭിഷേകത്തിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് വന്നിരിക്കുകയാണ്. ദശരഥ മഹാരാജാവിന് മാത്രം കാണുന്നില്ല. അങ്ങനെ സുമന്ത്രര് ദശരഥ മഹാരാജാവിനെ അന്വേഷിച്ച് കൈകേയിയുടെ കൊട്ടാരത്തിൽ ചെല്ലുകയും അവിടെ മോഹാലസ്യപ്പെട്ട് കിടക്കുന്ന ദശരഥ മഹാരാജാവിനോട് ചോദിക്കുന്നുണ്ട്, അങ്ങേക്ക് എന്താണ് പറ്റിയത്, ഇന്ന് ശ്രീരാമദേവൻ്റെ പട്ടാഭിഷേകമാണ്. അപ്പോൾ ദശരഥ മഹാരാജാവ് പറയുന്നുണ്ട്, ഇല്ല, ഇന്നീ പട്ടാഭിഷേകം ഇവിടെ നടക്കില്ല എന്ന് പറയുന്നുണ്ട്. ദശരഥ മഹാരാജാവിൻ്റെ ആജ്ഞപ്രകാരം സുമന്ത്രര് ശ്രീരാമനെ വിളിപ്പിക്കുന്നുണ്ട്. ശ്രീരാമദേവൻ ചോദിക്കുന്നുണ്ട്, പിതാവേ എന്തു പറ്റി, അങ്ങ് എന്താണ് ഇത്രയും ദുഃഖിച്ചിരിക്കുന്നതെന്നൊക്കെ ശ്രീരാമദേവൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീരാമദേവനോട് കൈകേയി തന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ട ശ്രീരാമദേവൻ പറയുന്നുണ്ട്, താൻ വനത്തിൽ പോകുവാൻ തയ്യാറാണെന്നും ഭരതകുമാരനെ രാജാവാക്കണമെന്നും പറയുകയാണ്. അങ്ങനെ ശ്രീരാമദേവൻ നേരെ തൻ്റെ മാതാവ് കൗസല്യാദേവിയുടെ കൊട്ടാരത്തിലിട്ട് പോവുകയും അപ്പോൾ കൗസല്യാദേവിയുടെ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കൗസല്യാദേവി ഇത് കേട്ട് കൗസല്യാദേവിയും ബോധരഹിതയായിട്ട് വീഴുന്നുണ്ട്.
കൗസല്യാദേവിനെ രാമദേവൻ സമാധാനിപ്പിച്ച് പറയുകയാണ്, കൈകേയി മാതാവിന് പിതാവ് കൊടുത്ത 2 വരമാണ്. ആ വരം എന്തായാലും പിതാവ് പാലിച്ചേ പറ്റത്തുള്ളൂ. പിതാവിൻ്റെ വാക്ക് പാലിക്കുക എന്നുള്ളത് പുത്രൻ്റെ ധർമ്മമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും വനവാസത്തിന് പോകുന്നുണ്ട്. മാതാവ് പിതാവിനെ ശുശ്രൂഷിച്ച് സന്തോഷത്തോടു കൂടി ഇവിടെ ജീവിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പം ഇത് കേട്ട് ലക്ഷ്മണൻ ഭയങ്കര ക്രോധത്തോടുകൂടി പറയുന്നുണ്ട്. സ്ത്രീജിതനായിട്ടുള്ള ദശരഥ മഹാരാജാവ് പ്രായമായ കാലത്ത് അങ്ങനെ പലതും പറയും. അതൊന്നും കേട്ട് ജ്യേഷ്ഠൻ വനവാസത്തിന് പോകരുതെന്നൊക്കെ പറയുന്നുണ്ട്. ലക്ഷ്മണകുമാരന് ശ്രീരാമൻ എന്ന് വെച്ചാൽ ദൈവത്തെ പോലെയാണ്. അപ്പോൾ ശ്രീരാമദേവൻ അഹിതമായിട്ട് വരുന്ന എന്ത് കാര്യവും ലക്ഷ്മണദേവന് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ശ്രീരാമദേവൻ ലക്ഷ്മണദേവനോട് പറയുന്നുണ്ട്, ഇല്ല കുമാര, പിതാവ് കൊടുത്ത വാക്കാണ്. ആ വാക്ക് നടപ്പിലാക്കാൻ പുത്രനായി ഞാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് ഞാൻ വനയാത്രയ്ക്ക് എന്തായാലും പോകുന്നുണ്ടെന്ന് ലക്ഷ്മണകുമാരനോടും പറയുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത്രയുമാണ് ഇന്നത്തെ കഥാഭാഗം. എല്ലാവർക്കും കഥകളെല്ലാം ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ജയ് ശ്രീറാം.